നെടുമ്പാശ്ശേരി വഴി കാനഡയിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ചാലക്കുടിയിൽ വെച്ച് ഇന്നലെ രാത്രിയാണ് അന്വേഷണ സംഘം റോബിൻ വടക്കഞ്ചേരിയെ പിടികൂടിയത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഉച്ചയോടെ സംഭവം നടന്ന കൊട്ടിയൂരെ സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ചിലെ പള്ളിമേടയിൽ റോബിനെ പോലീസ് തെളിവെടുപ്പിനായി കൊണ്ടുവന്നു. പള്ളി പരിസരത്ത് തിങ്ങിക്കൂടിയ ഇടവക വിശ്വാസികൾ ഉൾപ്പെടെയുള്ള വലിയ ജനക്കൂട്ടം പ്രതിയെ കൂവി വിളിച്ചാണ് എതിരേറ്റത്. പോക്സോ നിയമം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. സമാനമായ പീഡനങ്ങൾ വേറെയും നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യവും അന്വേഷണ സംഘം പരിശോധിക്കും. ഒപ്പം ഗൂഢാലോചനയിൽ പങ്കാളികളായ ക്രിസ്തുരാജ ആശുപത്രി അധികൃതരും സംഭവത്തിൽ പ്രതി ചേർക്കപ്പെടും. ഇത്തരം കുറ്റകൃത്യങ്ങളിൽ അറിയിക്കേണ്ടവർ ഉത്തരവാദിത്തപ്പെട്ട് അറിയിക്കാനുള്ള വകുപ്പുകൾ ഈ ആക്ടിലുണ്ട്. അതിൽ ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത്തരം ആൾക്കാരെയും കൂടി ഈ കേസിൽ പ്രതിയായിട്ട് ചേർക്കപ്പെടുന്നതായി. ചൈൽഡ് ലൈനിൽ ലഭിച്ച രഹസ്യ ഫോൺ സന്ദേശത്തെ തുടർന്നാണ് പീഡന സംഭവം പുറത്തറിഞ്ഞത്. ആദ്യഘട്ടത്തിൽ പെൺകുട്ടിയുടെ പിതാവിനെതിരെയായിരുന്നു മൊഴികൾ. എന്നാൽ വിശദമായ അന്വേഷണത്തിനൊടുവിലാണ് റോബിൻ പ്രതി ചേർക്കപ്പെട്ടതെന്ന് പോലീസ് പറഞ്ഞു. സംയോജിതമായ പോലീസിന്റെ ഒരു അന്വേഷണവും ശരിയായ ഇടപെടലുമാണ് യഥാർത്ഥ പ്രതിയിലേക്ക് പോലീസ് എത്താനിടയായത്. സംഭവത്തെ തുടർന്ന് മാനന്തവാടി രൂപത റോബിൻ വടക്കഞ്ചേരിയെ പൗരോഹിത്യ ചുമതലകളിൽ നിന്നും നീക്കി. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.